എന്നാൽ തുടങ്ങല്ലേ ഭ്രാന്ത്. ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഈ പലുടേറിയത്തിനെ കുറിച്ചാട്ടോ. പലുടേറിയം എന്ന് പറഞ്ഞ സാധനം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ഈ ഹോബിയിലുള്ള ആൾക്കാർക്ക് അറിയും, അല്ലാത്തപ്പോൾ നോർമലായിട്ട് നമുക്ക് എന്താ അറിയാന്ന് വെച്ചാൽ പ്ലാന്റഡ് ടാങ്ക് ഇപ്പം കുറേ ആൾക്കാർക്ക് ഫെമിലിയർ ആണ്, അതുപോലെ ടെറേറിയം. പക്ഷേ പലുടേറിയത്തിനെ കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. മേ ബി ഇനി പേര് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇത് എന്താ സംഭവം എന്നുള്ളത് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്ലാന്റഡ് ടാങ്ക് ആണോ പലുഡേറി ആണോ ടെറേറി ആണോ ഏതാ എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും പലുഡേറിയാണ്. അതിനെനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം എനിക്ക് ഈ കാട് മലകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നമ്മളൊരു കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ചെറിയ അരുവികളുണ്ടാവും, ചെറിയ വെള്ളത്തിൻ്റെ തടാകങ്ങളുണ്ടാവും, അതിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും ഇതുപോലെ കുന്ന് മല, അതിൽ മരങ്ങൾ. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ശരിക്ക് പലുഡേറി എന്ന് പറയുന്നത്. പിന്നെ ഈ പലുഡേറിയത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീറോ മെയിൻ്റനൻസാണ്. മനസ്സിലായോ? പ്ലാന്റഡ് ടാങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഹൈ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി മെയിൻ്റനൻസ് വളരെ കുറവാണ്. ജസ്റ്റ് ഈ ഗ്ലാസ് എപ്പോഴെങ്കിലും ചളി പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ വെള്ളം ഇതിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഞാനിതിൽ വെള്ളം മാറ്റാറേ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എത്രത്തോളം ക്ലിയർ ആണ് ഇതിൻ്റെ വെള്ളം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫിൽട്രേഷൻ സിസ്റ്റം ഇല്ല. അപ്പോൾ ഫിൽറ്റർ ഇല്ല, വെള്ളം മാറ്റണ്ട, ക്ലീൻ ചെയ്യേണ്ട, ഒന്നുമില്ല. അപ്പോൾ സീറോ മെയിൻ്റനൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അത്രമാത്രം ഞാൻ അതിന് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇതിനെന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് ടാങ്ക് മേടിക്കണം. ചില ആൾക്കാർ ഈ സംഭവം സിമെൻറ്റ് ചട്ടിയിലൊക്കെ ചെയ്യും കേട്ടോ. ഞാനിത് ആക്ച്വലി സിമെൻറ്റ് ചട്ടിയിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഈ മൊത്തം സെറ്റപ്പ്. പിന്നീട് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയത്. കാരണം എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഫിഷസിനൊക്കെ കാണും വേണം, വെള്ളത്തിൻ്റെ അടിഭാഗം എനിക്ക് കാണണം, അതുപോലെ മുകളിലും കാണണം. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ടാങ്ക് ഫസ്റ്റ് മേടിക്കുക. അത് നമുക്ക് ഏത് സൈസിൽ നമ്മൾ എവിടെയാണ് വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അതിന് ഇത്ര സൈസ് വേണം അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ബൈ 40 സെൻറ്റിമീറ്റർ, പിന്നെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അത്ര മതി എനിക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലാസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അഗെയിൻ ഇതിലും ഞാൻ അൾട്രാ ക്ലിയർ ഗ്ലാസ് തന്നെ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ ഭാഗത്തിടാൻ ചില ആൾക്കാർ സാൻഡ് ഇടും, ചില ആൾക്കാർ അക്വാട്ടിക് സോയിൽ ഇട്ടിട്ടാണ് ചെയ്യാറുണ്ട്. ഞാൻ ആ സാൻഡ് ഫോം എനിക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോണുകളൊക്കെ വേണം. ഇത് നമ്മൾ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന സെയിം സ്റ്റോണാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് ലാവ സ്റ്റോൺ എന്നുള്ള സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം നല്ലോണം കുടിക്കും. ഓക്കെ, ഇത് വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പ് എപ്പോഴും നിലനിർത്തും. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ മോസുകളും ബാക്കിയുള്ള ചെടികളൊക്കെ വളർത്താൻ ഭയങ്കര ഈസിയാണ്. നോർമൽ നമ്മൾ സിരിയൂ സ്റ്റോൺ അങ്ങനെ ഒരുപാട് സ്റ്റോണുകളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റഡ് ടാങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിരിയൂ സ്റ്റോണാണ്. അത് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡ്രൈയാണ്, മോയ്സ്ചറും ഈ വെള്ളം അതിൽ നിലനിർത്തൂല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഈ മോസും കാര്യങ്ങളൊക്കെ പടർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കല്ല് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്ട് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം അത് ഞാൻ റീൽസിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. പിന്നെ ഇതിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, മനസ്സിലായോ? ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട്. ബാക്കിൽ ഞാൻ മോട്ടറൊക്കെ വെച്ചിട്ടാണ് ഈ വെള്ളം ചാടിപ്പിക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്റ്റോണിന് ഞാൻ ഹോള് ഇട്ട് ഹോൾ ഉണ്ടാക്കി, എന്നിട്ട് ബാക്കിലൂടെ ആ മോട്ടറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളം ചാടുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഈ സ്റ്റോൺ വെറ്റായിരിക്കും, നനഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൽ ആ ഈർപ്പം എപ്പോഴും ഉണ്ടാവും. ഈ മോസുകൾക്കും ഈ ചെടികൾക്കൊക്കെ വളരാൻ ഭയങ്കര ഈസി ആയിട്ട് വളരാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചതിൻ്റെ ശേഷം തന്നെ ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മോസ് ഞാൻ വെച്ച മോസൊന്നല്ല പതിമുള്ളത്, അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മതിലൊക്കെ നമ്മളിങ്ങനെ കാണൂലേ, മഴക്കാലത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടാവും, അതേപോലത്തെ സാധനങ്ങൾ ഇതിലും ഉണ്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയ സ്റ്റോണിൽ എന്താവും, വെള്ളം ചാടുന്നതുകൊണ്ട് അതിനെപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും, അതിൽ കൂടെ ചെടികളൊക്കെ വളരൂലേ. ഈ ചെറിയ സ്റ്റോണിൽ എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാകുന്നത്? ഇതിൻ്റെ അകത്ത് വെള്ളച്ചാട്ടം ഒന്നുമില്ലല്ലോ. അതിനാണ് ഞാനിവിടെ ടെറാ ടൈപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് വെള്ളത്തിൽ മുങ്ങി വെക്കണം, നല്ലോണം മുക്കി വെക്കണം. അതിൻ്റെ ഒരു പോർഷന് ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുക, ഇത് സ്റ്റോണിൻ്റെ. അപ്പോൾ അത് വെള്ളം നല്ലോണം വലിച്ചെടുത്തിട്ട് ആ ഈർപ്പം എപ്പോഴും ഇങ്ങനെ നിലനിർത്തും. അതിലൂടെയാണ് ഞാൻ ആക്ച്വലി ഈ മോസൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട് അതിമുള്ളത്, കഴിഞ്ഞ് രണ്ടാമൊന്നും കൂടി വെച്ച് കൊടുത്ത് ശരിയാക്കാനുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കാന്താരിയുടെ തയ്യാണ്. ഓക്കെ, ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്തതാട്ടോ. ഫസ്റ്റ് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, ഇത് ഉണ്ടാവുമോ, ഇതിൽ പിടിക്കുമോ, ഒരു ഐഡിയ ഇല്ലാതെ ഞാനൊരു പരീക്ഷണം പോലെ ചെയ്തതാണ് സംഭവം. അതെനിക്ക് തോന്നുന്നത് ഏകദേശം സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ കാന്താരി മുളകും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ, കായം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ആദ്യത്തെ കാന്താരി ആയിരിക്കും, പലുടേറിയത്തിൽ വളരുന്ന കാന്താരി ആയിരിക്കും ഇത്.
അതെനിക്കൊരു തോന്നുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ അറിവിലില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് നിൽക്കുന്നതാണത്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ഏപ്രിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ചെറിയ തൈ ഇതിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇപ്പോൾ നല്ല വലുതായി. ഈവൻ ലീഫിനൊക്കെ അല്ലേ നമ്മൾ പുറത്ത് വെക്കുന്ന കാന്താരിനേക്കാളും നല്ല ക്വാളിറ്റി ലീഫ് അതിലുള്ളത്, ഭയങ്കര സൈസും. അത് മേ ബി ചിലപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് അതിനെ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിന് ഫുൾ ടൈം വെള്ളവും കിട്ടുന്നുണ്ട്. ഇതിൽ മണ്ണ് എന്ന് പറഞ്ഞ സംഭവമല്ല, അതിൻ്റെ വേരൊക്കെ കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ഈ വെള്ളത്തിലൂടെയാണ് ഇറങ്ങി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്, ഈ കല്ലിലൊക്കെ പിടിച്ചിട്ട്. ഇനി ഇത് കായം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര സക്സസ് ആയിരിക്കും, ഭയങ്കര സന്തോഷമാവും ഒരു കായം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ. എന്താവും നോക്കണം ഇനി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നല്ലൊരു ലൈറ്റ് ഇതിന് വേണം കേട്ടോ. നമ്മളെ പ്ലാന്റഡ് ടാങ്കിൽ നമ്മൾ കൊടുക്കൂലേ ലൈറ്റ്, അതുപോലത്തെ ഒരു ലൈറ്റ് ഇതിനും വേണം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിഹിരിയോസിൻ്റെ Z ടൈനി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. Z ടൈനി എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, അതാണ് ഒരു സ്പോട്ട് ലൈറ്റ് പോലെയാണ് ഇതുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ കൊടുക്കണം കേട്ടോ. ഞാൻ 8 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. പ്ലാന്റഡ് ടാങ്കിൽ ഞാൻ 5 മണിക്കൂറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ 8 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. കാരണം ഈ കാന്താരിയൊക്കെ നമ്മൾ സാധാരണ പുറത്ത് വളരുന്ന ചെടിയല്ലേ, അതിന് നല്ല ലൈറ്റ് വേണം. നോർമൽ അക്വാട്ടിക്സ് പ്ലാന്റ്സിനെ പോലെ അല്ല എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു തോട്ടാട്ടോ. അതിന് നല്ല ലൈറ്റ് വേണം എനിക്ക് തോന്നുന്നുണ്ട്. ആ ലൈറ്റ് ഞാൻ കറക്റ്റ് സമയത്തിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത് നിൽക്കുന്നതും. മറ്റേ നമ്മളെങ്ങനെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കാന്താരിയൊക്കെ വളർത്തുക, ലൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ലൈറ്റ് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സമയം, ഞാൻ എൻ്റെ പ്ലാന്റഡ് ടാങ്കിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഇത് ഓൺ ചെയ്യുക. രാവിലെ 7 മണിക്ക് ഓൺ ചെയ്തിട്ട് 3 മണി വരെ ഈ ലൈറ്റ് വർക്കിംഗ് ആയിരിക്കും എന്നും, എല്ലാ ദിവസവും ആ കറക്റ്റ് ടൈമിൽ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ആപ്പിലാട്ടോ കൺട്രോൾ ചെയ്യുന്ന, എല്ലാം ഫോണിൽ ഇതിൻ്റെ ആപ്പ് ഉണ്ട്. ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ഓണോ ഓഫോ ആയിക്കോളും. പിന്നെ ഈ കാന്താരി എന്തിനാ ഇവിടെ കെട്ടിയിരിക്കുന്നത് അറിയോ? ഇതിങ്ങനെ ലൈറ്റിൻ്റെ അടുത്തേക്ക് വളഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. സാധാരണ ചെടികൾ അങ്ങനെ തന്നെയല്ലേ, സൂര്യൻ പ്രകാശം എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ ഭാഗത്തേക്ക് ചെടികൾ ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ടാവും എപ്പോഴും അല്ലേ. എസ്പെഷ്യലി നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ വിൻഡോൻ്റെ സൈഡിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് വെക്കുമല്ലോ, ആ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിൻഡോൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വളരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബെൻഡായിട്ട് അങ്ങോട്ടേക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അത് പിടിച്ച് കെട്ടിയതാണ്. ഇത് കെട്ടിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, കെട്ടിയപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നേ, വീണ്ടും ഇതിൻ്റെ ടിപ്പ് ഈ ലൈറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ പൈലോഡേറിയത്തിൻ്റെ തീം ഞാൻ എന്താ വെച്ചിട്ടുള്ളത്, ഒരു ഐലൻഡ്, ഒരു ദ്വീപിൽ എങ്ങനെയാണ് ഉണ്ടാവുക, വലിയ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഈ തായ്ലൻഡിൻ്റെ ഒക്കെ ഫോട്ടോയിൽ നമ്മൾ കണ്ടിട്ടില്ല, ചുറ്റും വെള്ളം, സെൻറ്ററിൽ ഒരു മല പോലെ ഉണ്ടാവും. ആ ഒരു തീമാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് എൻ്റെ വലിയൊരു മൗണ്ടെയിനായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റത്തേത്. രണ്ടാമത്തത് അതിൻ്റെ അടുത്ത് ചെറുതൊന്ന്, ബാക്കി ചുറ്റും വെള്ളം. ആ ഒരു രീതിയിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ ഇത് പല രീതിയിലും ചെയ്യും. ചില ആൾക്കാർ എന്ത് വെച്ചാൽ ഏറ്റവും ബാക്കിൽ ഇത് മൊത്തം സെറ്റ് ചെയ്യും, ഫ്രണ്ടിൽ വെള്ളമുള്ള രീതിയിലേക്ക്. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ദ്വീപിൻ്റെ ഒരു മാർഗ്ഗത്തിലാണ്. ദ്വീപ് എങ്ങനെയാണ് ഉണ്ടാകുക, ചുറ്റും വെള്ളവും അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മലകളും കുന്നുകളും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവില്ലേ, അതേപോലെ ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ വെള്ളം ചാടിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ വെള്ളം ചാടിക്കുന്ന ചെറിയൊരു മോട്ടറാട്ടോ. ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചിട്ടില്ല, അതിനാകെ 600-700 രൂപ വരുന്നുള്ളൂ. അതിൻ്റെ മോഡൽ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മളെ ഷോർട്ട് സെക്ഷനിൽ ഉണ്ടാവും. അതൊന്ന് പോയി കണ്ടാൽ എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടി പറയാം, എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പൈലോഡേറിയം. ഒരുപാട് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ടഫൊന്നല്ല ചെയ്യാൻ. നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ കെയറും അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലാന്റഡ് ടാങ്കിനെ പോലെ, അതങ്ങനെ അവിടെ കിടന്ന് വളർന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പൈലോഡേറിയത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.